താഴത്തേക്കൊന്ന് നോക്കി. മലപ്പുറത്തുകാരുടെ മറൈൻ ഡ്രൈവ് എന്നാണ് കോട്ടക്കുന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ ഹൃദയം എന്നും കോട്ടക്കുന്നിനെ വിശേഷിപ്പിക്കും. ഇവിടെ ചിൽഡ്രൻസിന് കളിക്കാനായിട്ട് ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ സ്പെഷ്യൽ ചാർജുകളാണ് ഈടാക്കുന്നത്. പിന്നെ എൻട്രൻസ് ഫീസ് നമുക്ക് വരുന്നത് ഒരു 10 രൂപയാണ്. അതുപോലെ പാർക്കിംഗ് ഫീസ് ബൈക്കിന് 10 രൂപ. പിന്നെ ക്യാമറ വീഡിയോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ക്യാമറയ്ക്ക് റേറ്റ് ചാർജ് വരുന്നത് 250 രൂപയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി പോയത് ആർട്ട് ഗാലറിയും അതുപോലെ തന്നെ ലളിതകലാ അക്കാദമി ഒന്നും കാണാച്ചിട്ടായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അകത്ത് കയറി കാണാൻ പറ്റി, പക്ഷേ ഞങ്ങൾക്ക് വിഷ്വൽ കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ നാശിയാണ് ഇപ്പോൾ പോയത് കേട്ടോ. അവർ പോവാണ്. സത്യം പറഞ്ഞാൽ നല്ല കിതച്ചൊരു ബൈക്കായി. റോപ്പിലൂടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടി പോകുന്നത് കണ്ടില്ലേ, അതിന് പറയൽ സിപ്പ് ലൈൻ എന്നാണ്. പിന്നെ റോപ്പ് സൈക്ലിംഗ് ഉണ്ട്. നമുക്കിതാ ഇവിടുന്ന് കയറിയിട്ട് അതിൻ്റെ അറ്റം വരെ എത്തണം. അത്യാവശ്യം സ്റ്റെപ്പൊക്കെ കയറാൻ കിട്ടാ. കയറിയിട്ട് തന്നെ ക്ഷീണിച്ചു. പിന്നെ കോട്ടക്കുന്ന് വന്നിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ത്രില്ലില്ല. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചാൽ ഏകദേശം നിങ്ങൾക്ക് ഈ പാർക്ക് കാണാം. പിന്നെ കുറേ കുന്നുമലകളൊക്കെ ആയിട്ട്. പറടാ, നമുക്ക് കുറച്ചും കൂടി കയറാണ്ട്. ഓക്കെ, വാവ്. നമുക്ക് സൂമിങ് ലെൻസ് ഇല്ല. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെൻസേ ചെയ്തിട്ടുള്ളൂ, 18 mm. അപ്പോൾ സൂമിങ് ഇത്ര വരുള്ളൂ. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
വ്ളോഗിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസാണ്. ഇതാണ് നമ്മൾ റോപ്പ് സൈക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൈക്കിള്. ടയറില്ല. ഓക്കെ, ജസ്റ്റ് ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ. ഫസ്റ്റ് ടൈമാണ് റോപ്പ് സൈക്ലിംഗ് ചെയ്യണം. അപ്പോൾ എന്താ ഫീലിംഗ് എന്നുള്ളത് പറഞ്ഞതാ. ഓക്കെ, ഹെൽമെറ്റൊക്കെ ഇട്ട് ഈ റോപ്പ് 2000 കിലോ വരെ റോപ്പ് കാണും. നിങ്ങൾ സൈക്കിൾ ബാലൻസ് ചെയ്യാൻ ആവശ്യമില്ല. സൈക്കിൾ ഇതിന് ഓൾറെഡി ബാലൻസ് ആണ്. ജസ്റ്റ് പെഡൽ ചെയ്താൽ മാത്രം മതി. സൈക്കിൾ ബോഡി ശരിക്കൊന്നും വേണ്ട. ഞാൻ ശരിയൊന്നുമില്ല. പേടി തോന്നാൻ ഈ റോപ്പ് നോക്കില്ല. മാരത്തൺ പിടിക്കണം കേട്ടോ. രണ്ട് കൈ പിടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് സൈക്കിളിൽ ഒരു ഫീലിംഗ് വരാനാണ്. രണ്ടിന് പിടിക്കാൻ തന്നെ ജസ്റ്റ് മെല്ലെ പിടിച്ചാൽ മതി. ഈ പിടുത്തങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. അവിടെ സൈക്കിളിട്ട് പോകണോ? രണ്ട് കൈ ജസ്റ്റ് മെല്ലെ ഇറക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നല്ല പേടിയുണ്ട്. അല്ലോ, എൻ്റെ പൈസ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. താഴത്തുള്ള കാഴ്ചകളൊക്കെ നോക്കി, എന്ത് മനോഹരമാണ്. നല്ല ആട്ടുണ്ട് കേട്ടോ. സെൻറ്ററെത്തിയപ്പോൾ നല്ലൊരു ആട്ടുണ്ട്. നല്ല പേടിയുണ്ട്. നോക്കി താഴത്തേക്കൊന്ന് നോക്കി. ജസ്റ്റ് ആ ഒരു വീല് ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. ക്യാമറ ഷെയ്ക്കിംഗ് ഒക്കെ വരും. അതൊന്ന് നിങ്ങളൊന്ന് സഹിക്കുക. കാരണം ഒറ്റ കൈ കൊണ്ട് ചെയ്യാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോന്നല്ല. എന്നാൽ പേടിയൊക്കെ ഉണ്ട്. പിന്നെ അഡ്വഞ്ചറൊക്കെ ഒരു ത്രില്ലാണ് പൊതുവെ. അപ്പോൾ അങ്ങനെ ചെയ്യണം. നമ്മളിവിടെ എത്തി. ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ ഇവിടുന്ന് റോപ്പിൽ അങ്ങോട്ട് പോവുകയാണ്. അത് സത്യം പറഞ്ഞാൽ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം നല്ല സ്പീഡിലാവും പോവുക. എന്തായാലും ശ്രമിച്ചു നോക്കും. മാക്സിമം നമ്മൾ ശ്രമിച്ചു നോക്കും. നോക്കാം എന്തായാലും. ഒന്നും പറയാനില്ല. അവിടെ നിന്ന് വന്നതിന് ഇഞ്ഞെടുപ്പ് ഇതുവരെ മാറിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഓക്കെ, നമ്മൾ ഗോപ്രോ ഒക്കെ ആണ് നമ്മൾ ഇതിന് വേണ്ടി ഷൂട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഗോപ്രോയിലൊക്കെ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വിചാരിക്കണമെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കാരണം അതൊരു ഹെൽമെറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വെച്ചിട്ട് നമുക്ക് വരാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ കനോണ്ട M50 ക്യാമറയും മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് വരികയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല റിസ്ക് ആയിരുന്നു. കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ചെയ്ത്. ഓരോരുത്തർ ഈളിട്ടിടക്കാണ് വരുന്നത്. അല്ലേ നമ്മളിനി അടുത്തത് സ്വിപ്പ് ലൈൻ അല്ലേ കേട്ടോ. ഓക്കെ, അത് ഇതിനെ വെച്ചോക്കുമ്പോൾ ഒന്നുകൂടി റിസ്ക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ പോവുകയാണ്.
നോക്കട്ടെ, നമ്മളെ കൊണ്ട് പറ്റണത് മാക്സിമം ഷൂട്ട് ചെയ്യാം. ആകാണ്ട് വേറെ കരുവളിച്ച് നല്ല വെയിലുണ്ടാവും. അപ്പോൾ നമ്മൾ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. കണ്ടില്ലേ, പോവാൻ റെഡിയായി നിൽക്കുകയാണ്. വൈഷ്ണവ് അവിടെ ഉണ്ട്, കാത്തു നിൽക്കണം. എന്തായാലും കുറച്ച് ഫ്രണ്ടിലേക്ക് ഈ റോപ്പ് ഇവിടെ കൈ പിടിച്ചു. ഇവിടെ അതിൻ്റെ അടിയിൽ ഇവിടെ കൈ പിടിക്കണം. ഇരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിരുന്നു. ഇരുന്ന് പൊട്ടൊന്നുമില്ലല്ലോ. അയ്യോ, ആ ഓക്കെ 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 ഓക്കെ. ഞാനിതാ പോകുന്നേ. ഇത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബിജു വാങ്ങിയതാണ്. അപ്പോൾ എത്ര റേറ്റ് എത്ര? 50. കുപ്പി തിരിച്ചാൽ എത്ര കിട്ടുക? 10. ഇതിന് റേറ്റ് 40 60. അപ്പോൾ 60 രൂപ അല്ലേ വാങ്ങിയത്? നമ്മളിവിടുന്ന് 60 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ഇവിടെ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുപ്പി ബോട്ടിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 10 രൂപ ബാക്കി റിട്ടേൺ തരും. സംഭവം നല്ല പരിപാടിയാണ്. പക്ഷെ എന്താണ്, ഞങ്ങളിത് കുടിച്ച് നേരെ തെറിക്കാനുള്ള പരിപാടിയായിരുന്നു, പോകാനുള്ള പരിപാടിയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് കുടിച്ച് തീർത്തിട്ടേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ആദർശം അത് കുടിച്ച് തീർത്ത് ഞാനും ആദർശം കൂടി ആ 10 രൂപ റിട്ടേൺ വാങ്ങി. സംഭവം നല്ല പരിപാടിയാണ്ടാ. എല്ലാ പാർക്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്രോബ്ലം കൊണ്ട് കഴിഞ്ഞിട്ടു. കുപ്പി അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ ആ ഒരു പ്രശ്നം കൊണ്ട് സോൾവ് ആവും.